ഹലോ, ഗുഡ് മോർണിംഗ്. എന്താ അല്ലേ ഇന്നലെ ഇപ്പം നടന്നത്? എന്താ ഇന്നലെ സംഭവിച്ചത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ആ ഹാങ് ഓവറിൽ ഇന്നലെ രാത്രിയിൽ വെച്ചതാണ് ഈ കണ്ണട. എന്ത് ചെയ്യാൻ, എന്തായാലും ഊരി മാറ്റിയേക്കാം. എന്തൊരു കളിയല്ലേ ഇന്നലെ കളിച്ചത് നമ്മുടെ ചെക്കൻ. ഒരു ലൈഫിൽ നിന്ന് എങ്ങനെ കയറിപ്പോരണം എന്നുള്ളതാണ് ഇന്നലെ കാണിച്ചു തന്നത് ഹിറ്റ്മെയർ. അൺബിലീവബിൾ. 250 സ്ട്രൈക്ക് റേറ്റിൽ 85 റൺസ്. അതും ഈ ഈ സീസണിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള 50 അടിച്ചത് ഇന്നലെയാണ്. 19 ബോളിൽ 50 റണ്ണ്. തുടക്കത്തിലൊക്കെ 2 വിക്കറ്റ്, എല്ലാ കളികളും പോലെ തന്നെ തുടക്കത്തിൽ 2 വിക്കറ്റ് പെട്ടെന്ന് പോയി. പിന്നെ ഹിറ്റ്മെയർ വന്ന് അങ്ങോട്ട് കളി മാറുമായിരുന്നു. ഹിറ്റ്മെയറിന് പുറകെ റോമാൻ പവല്. പിന്നെ വന്ന ആരും എടുത്തു പറയാനില്ല. എല്ലാവരും വന്നവനും നിന്നവനും പോയവനും ഒക്കെ തല്ലാന്ന് പറയില്ലേ, ആ അവസ്ഥ. ശരിക്കും നിഷ്പ്രഭമായിപ്പോയി സിംബാബ്വെ ഇന്നലെ. കാരണം അത്ര ആത്മവിശ്വാസത്തിൽ വന്ന ടീമായിരുന്നു. ഓസ്ട്രേലിയ മറിച്ച്, ശ്രീലങ്കേനെ മറിച്ച്, അത് ശ്രീലങ്കയിൽ മറിച്ചിട്ടൊക്കെയാണ് വന്നത്. പക്ഷേ ഇതിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇത് ശരിക്കും തകർന്നുപോയി ഇന്നലെ. അത് സെക്കൻഡ് ബാറ്റിങ്ങിന് ചേസിങ്ങിന് ഇറങ്ങുമ്പോൾ തന്നെ അറിയാം, കളി തോറ്റു എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണല്ലോ ഇറങ്ങുന്നത്. കാരണം 255 ചേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പോസിബിളായിട്ടുള്ള കാര്യമല്ലല്ലോ. അതിൽ അവരും ഈ പറഞ്ഞ പോലെ 17 ഓവറിൽ ഓൾ ഔട്ട് ആയെങ്കിലും മാന്യമായ സ്കോറിലേക്ക് അവർ എത്തിയിരുന്നു. 147 എന്നുള്ള സ്കോറിലേക്ക് എത്തിയിരുന്നു. ലോക നമ്പർ 1 ടീം പോയ പോലത്തെ പോക്കൊന്നും പോയില്ല. 147 എത്തിയിരുന്നു. നമ്മളത് ഓർക്കണം. പിന്നുള്ള കാര്യം ഈ പറയുന്ന പോലെ വെസ്റ്റ് ഇൻഡീസ് അടിച്ചത് സിംബാബ്വെക്കെട്ടാണെങ്കിലും അടി കൊണ്ടത് മൊത്തം ഇന്ത്യക്കെട്ട് തന്നെയാണ് മക്കളെ. റൺ റേറ്റ് കണ്ടില്ലേ വെസ്റ്റ് ഇൻഡീസിൻ്റെ? +5.8 ആണ്. അതൊക്കെ മറിക്കല്. പോയിന്റിനൊപ്പം എത്തിയിട്ടും കാര്യമില്ല. ഇനിയിപ്പോൾ ഈ പറയുന്നത് പോലെ കാൽക്കുലേറ്റർ നോക്കി കുത്തിക്കൊണ്ടിരിക്കണം. ഇപ്പം ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ ഇനിയുള്ള 2 കളി ജയിക്കണം. വെസ്റ്റ് ഇൻഡീസിനോട് ഇന്ത്യ ജയിക്കണം, സിംബാബ്വെയോട് ഇന്ത്യ ജയിക്കണം. അതൊരു സൈഡ്. ഇനി അപ്പുറത്തെ സൈഡ് വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്കയോട് തോക്കണം.